സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിച്ച് വളരെ ഭക്തനായ ഒരു ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ അർഹിക്കുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറെ പ്രിയപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യ ദിനം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രാജ്യം രാഷ്ട്രീയമായ അടിമത്വത്തിൽ നിന്ന് മോചിതമാകുന്നു. 80 വർഷങ്ങൾക്കിപ്പുറം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരു രാജ്യം സ്വതന്ത്രമായാൽ മാത്രം അതിലെ മനുഷ്യർ സ്വതന്ത്രരാകുമോ എന്നുള്ളതാണ്. പുറമേയുള്ള ചങ്ങലകൾ പൊട്ടിയാൽ മാത്രം ഒരു മനുഷ്യൻ സ്വതന്ത്രനാകുമോ? തൻ്റെ കോപത്തിൻ്റെ അടിമയായൊരു മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് പറയാൻ പറ്റുമോ? തൻ്റെ ആഗ്രഹങ്ങളുടെ അടിമയായ മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധ്യമാകുമോ? പലിശയുടെ അടിമയായ, ലഹരിയുടെ അടിമയായ, തോന്നിവാസങ്ങളുടെയും അശ്ലീലതകളുടെയും അടിമയായ മനുഷ്യൻ, മൊബൈൽ സ്ക്രീനുകളുടെ അടിമയായ മനുഷ്യൻ, തൻ്റെ ആ ഭാര്യയെയും തൻ്റെ മക്കളെയും ഒക്കെ അടിച്ചമർത്തണമെന്ന അഹങ്കാരത്തിൻ്റെ അടിമയായ മനുഷ്യൻ, സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകളെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റേതായ അഭിപ്രായങ്ങളെയും സത്യങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കുന്ന മനുഷ്യൻ, ഇങ്ങനെ നമ്മളൊക്കെയും സ്വതന്ത്രരാണോ എന്നും നമ്മൾക്കൊക്കെയും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്നും വെറുതെ അവനവൻ്റെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് പരിശോധിക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. ഇസ്ലാം നമ്മൾ ആദ്യം മോചിപ്പിച്ചത് നമ്മുടെ ശരീരത്തിൻ്റെ മോചനത്തെക്കുറിച്ചല്ലായിരുന്നു, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെയാണ് ഇസ്ലാം ആദ്യമായി മോചിപ്പിക്കുന്നത്. ഉബൂദിയ്യ എന്ന് നമ്മൾക്ക് അറബിയിൽ അതിനെ വിശേഷിപ്പിക്കാം. അഥവാ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാത്രം, മനുഷ്യരായ നമ്മളൊക്കെയും നമ്മുടെ സൃഷ്ടാവായ, യജമാനനായ, ഉടമയായ, എല്ലാത്തിനും അധിപനായ അള്ളാഹുവിൻ്റെ മാത്രം അടിമയാവുക എന്ന തൗഹീദിലൂടെയാണ് മനുഷ്യൻ ലോകത്തെ മറ്റെല്ലാ അടിമത്തങ്ങളിൽ നിന്നും മോചിതനാകുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ അടിമത്വത്തിൽ നിന്നും, തൻ്റെ അജ്ഞതയിൽ നിന്നും, തൻ്റെ അനാചാരങ്ങളിൽ നിന്നും മോചനം നേടി അള്ളാഹുവിൻ്റെ മാത്രം അനുസരണത്തിലേക്ക് കടന്നു വരുന്നതിനാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യമെന്നും, ആ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ചും അതിൻ്റെ ആസ്വാദനത്തെക്കുറിച്ചും അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും അതിൻ്റെ നിർവൃതിയെക്കുറിച്ചുമൊക്കെ നമ്മളെ പഠിപ്പിക്കുവാനാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിതനായത് എന്നുമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഇസ്ലാം എന്ന സുന്ദരമായ മതം ലോകത്തേക്ക് കടന്നു വന്നത് മനുഷ്യരായ നമ്മളെ അപമാനിക്കാൻ വേണ്ടിയല്ല, മനുഷ്യരായ നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യൻ്റെ മാന്യതയെ, മനുഷ്യൻ്റെ കറാമത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചൊരു മതത്തിൻ്റെ പേര് കൂടെയാണ് ഇസ്ലാം. ഭാര്യയുടെ കറാമത്ത്, ഭർത്താവിൻ്റെ കറാമത്ത്, മക്കളുടെ കറാമത്ത്, മാതാപിതാക്കളുടെ കറാമത്ത്, ദരിദ്രൻ്റെ കറാമത്ത്, ദുർബലൻ്റെ കറാമത്ത്, എല്ലാത്തിനെയും ആദരിക്കണം, ആ മാന്യതകളെ സംരക്ഷിക്കണമെന്ന് വളരെ ശക്തമായി കൊണ്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഈ. അല്ലാഹു നീതിയും ഇഹ്സാനും അടുത്ത ബന്ധുക്കൾക്ക് സഹായം ചെയ്യാനും നമ്മളോട് കൽപ്പിക്കാൻ, അതിൻ്റെ കൂടെ അശ്ലീലതയും തിന്മകളും അതിക്രമങ്ങളും നിരോധിക്കണമെന്നും അല്ലാഹു നമ്മോട് കൽപ്പിക്കാൻ. 3 കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഒന്നാമത്തെ ഭാഗം അദ്ലാണ്. അദ്ല് എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും അന്യായമായി കൊണ്ടൊരിക്കലും അനീതി പാണിക്കുകയില്ല എന്ന ജീവിതത്തിൻ്റെ പ്രതിജ്ഞ സ്വീകരിക്കണമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. രണ്ടാമത്തേത് ഇഹ്സാനാണ്. എനിക്ക് ചെയ്യേണ്ടതിലും കൂടുതൽ മനോഹരമായി കൊണ്ട് ഞാൻ ആ നന്മ നിർവഹിക്കുമെന്നൊരു മനോഭാവം നമ്മൾക്കുണ്ടാകണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. മൂന്നാമത്തേത് ബഅയാണ്. എൻ്റെ ശക്തിയോ എൻ്റെ അധികാരമോ എൻ്റെ വാഗ്ബോധമോ എൻ്റേതായ കഴിവുകളോ ശേഷികളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ മറ്റൊരാളെയും അടിച്ചമർത്തുകയില്ല എന്ന ജീവിതത്തിൻ്റെ അച്ചടക്കം
അച്ചടക്കം പാലിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഇത് കേവലം ഒരു കുറേ സാങ്കേതികമായ പദപ്രയോഗങ്ങളുടെ പേരുകളോ ലിസ്റ്റുകളോ അല്ല, മറിച്ച് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റാണ് ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ. നമ്മളിങ്ങനെ അറബി മാസപ്രകാരം നോക്കിയാൽ നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് പ്രവേശിച്ചത്. നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഇനി എങ്ങുമില്ലാത്ത വിധം പുതിയ രൂപത്തിലുള്ള കുറേ പ്രവാചക സ്നേഹ രൂപങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നമ്മൾ കാണും. പക്ഷേ അവിടെയൊക്കെയും നമ്മൾ വളരെ വസ്തുനിഷ്ഠമായി നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചില ആലോചനകൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ പറയും എനിക്ക് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടമാണ്, സ്നേഹമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതേ നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട ചോദ്യം, ആ റസൂലുള്ള നമ്മുടെയൊക്കെ വീടുകൾക്കുള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ സംസാരത്തിൽ ആ പ്രവാചക സ്നേഹം ഉണ്ടോ എന്നതാണ്. നമ്മുടെ വ്യാപാരത്തിൽ, നമ്മുടെ കോപത്തിൽ, നമ്മുടെ ഭാര്യയോടുള്ള ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ മക്കളോടുള്ള സമീപനങ്ങളിൽ, നമ്മുടെ അയൽക്കാരുമായുള്ള ബന്ധങ്ങളിൽ ഇതൊക്കെയും പ്രകടമാകുന്നുണ്ടോ എന്നാണ് ഇസ്ലാം നമ്മളോട് അവനവനെ കുറിച്ച് ആലോചിക്കുവാൻ പറയുന്ന ഒരു ഭാഗം. ശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ ഉസ്വത്തുൻ മാതൃകയുണ്ട്, ഹസന ഏറ്റവും മനോഹരമായ മാതൃക. ആർക്കാണ് ആ മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കുണ്ട് എന്നാ പറഞ്ഞേ. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന എനിക്കൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആ പ്രവാചക ജീവിതത്തെ നമ്മുടെ വീട്ടകങ്ങളിലേക്ക്, നമ്മുടെ സ്വഭാവത്തിലേക്ക്, നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിടത്താണ് നമ്മൾക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുക. പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു അളവുകോൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുണ്ടാവുക എന്നുള്ളതാണ്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം നമ്മുടെ ദീനിലെ മഹത്തരമായൊരു കാര്യമാണ്. പക്ഷേ ആ സ്നേഹം എന്ന പേരിൽ ദീനിൽ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചേർക്കുന്നത് ഒരിക്കലും ശരിയല്ല, നമുക്കതറിയാം. അതേപോലെ ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂൽ ജീവിതത്തിൽ പ്രവാചകന്റെ സുന്നത്തുകളെ ഒന്നും ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കാതെ ഒരു പ്രവാചക സ്നേഹത്തിന്റെ വലിയ വക്താക്കളാവുക എന്ന് പറയുന്നത് പോലും പ്രവാചക സ്നേഹത്തിന്റെ പൂർണ്ണതയല്ല. റസൂൽ പഠിപ്പിച്ച പോലെ മൻ അഹ്ദസ ഫീ അംരിന, ഈ മതത്തിൽ, ഈ ദീനിന്റെ വിഷയത്തിൽ ആരെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അത് ഞാൻ കൽപ്പിക്കാത്ത കാര്യമാണെങ്കിൽ അത് തള്ളേണ്ടതാണ്, തള്ളപ്പെടുമെന്നാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് എന്ന് പറയുന്നത് ഒരു കേവലമായൊരു അനാവശ്യമായ തർക്കങ്ങളിലേക്കോ വാദപ്രതിവാദങ്ങളിലേക്കോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് പ്രവാചക ജീവിതത്തിന്റെ, റസൂൽ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വിശുദ്ധിയും ആ നിലപാടുകളും മൂല്യക്രമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കൊണ്ടുവരാൻ നാം എടുക്കുന്ന പരിശ്രമമാണ്. നമുക്ക് കുതുബയുടെ ഒരു കാതൽ ഭാഗത്തേക്ക് പ്രവേശിക്കാം. നമ്മൾ വളരെ ഗൗരവമായിക്കൊണ്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെതായ വ്യവഹാര മേഖലയിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെക്കുറിച്ചും അതിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു ഭാഗം, പ്രവാചകന്റെ വീട്ടിൽ തൻ്റെ ഭാര്യമാർക്ക് റസൂലുള്ള കൊടുത്ത കുറേ അവകാശങ്ങൾ, കുറേ സ്വാതന്ത്ര്യങ്ങൾ, കുറേ അവരുടേതായ ജീവിതത്തിൽ അവർ സ്വീകരിച്ച മൂല്യക്രമങ്ങൾ. റസൂലുള്ളാഹിയുടെ വീട്ടിൽ തൻ്റെ ഭാര്യമാർക്ക് സംസാരിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അവർക്ക് സങ്കടങ്ങൾ പങ്കുവെക്കാനുള്ള ഇടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ ബഹുഭൂരിഭാഗം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ചിലരുടെയെങ്കിലും വീടുകളുടെയൊക്കെയും അവസ്ഥകളെ കുറിച്ച് വളരെ ഗൗരവമായി നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ പരസ്പരം എങ്ങനെയാണ് ജീവിതത്തിൽ മൂല്യക്രമങ്ങളോടുകൂടി കൊണ്ടു നടക്കുന്ന ചിന്താഗതികൾ അവനവൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. ഭാര്യ സ്വന്തം ഭർത്താവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ മനസ്സു കാണാൻ കൂട്ടാക്കാത്ത ഭർത്താക്കന്മാരുണ്ടാകുന്നു, മക്കൾ ബാപ്പയോട് മനോഹരമായി സംസാരിക്കാൻ ഭയപ്പെടുന്നു, മക്കൾ തൻ്റെ വീട്ടിലെ സമാധാനമില്ലായ്മയും പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കാരണം സന്തോഷവും സമാധാനവും തേടി പുറത്തു പോകുന്നു. ഖുർആൻ അള്ളാഹുവിന്റെ കൽപ്പന എന്നോണം അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, വആശിറൂന്ന ബിൽ മഅറൂഫ്,
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സഹിക്കണമെന്നല്ല ഖുർആൻ പഠിപ്പിച്ച ഭാഗം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വീട്ടിൽ വെച്ചുകൊള്ളണം എന്നല്ല ഖുർആന്റെ പ്രയോഗം. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, അവരോടൊപ്പം മഅറൂഫോടുകൂടി നിങ്ങൾ ജീവിക്കണം. അവരോട് ഏറ്റവും മാന്യമായിക്കൊണ്ടും കരുണയോടും കൂടി ജീവിക്കണം എന്നാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ ഈ വിഷയത്തെ കൊണ്ടുവരാനുള്ള കാരണം, നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കേട്ട ഒരു വാർത്തയുണ്ട്. ഒരാഴ്ച പോലും പഴക്കമില്ലാത്തൊരു വാർത്ത, ഒരു ദുരന്തത്തിന്റെ വാർത്ത, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ വാർത്ത. ഒരു ഭർത്താവിന്റെ ക്രൂരതകൾക്കാരും ലഹരിക്കടിമപ്പെട്ടവന്റെയും കാരണങ്ങൾ കൊണ്ട് ഒരു പെൺകുട്ടി തന്റെ ജീവിതം അവസാനിപ്പിച്ച ദുരന്തമായ ദാരുണകരമായ വാർത്തകൾ. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേവലമായൊരു കുടുംബത്തിന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് അത് നമ്മുടെ എല്ലാം മനസ്സാക്ഷിയുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഞാൻ ആ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കോ അതിന്റെ പേരുകളിലേക്കോ ഒന്നും കടന്നു പോകുന്നില്ല. അത് ഒരു കുടുംബത്തിന്റെ വേദനയാണ്. പക്ഷേ ആ വാർത്ത നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ വീടുകൾ സുരക്ഷിതമായ ഇടങ്ങളാണോ എന്ന് നമ്മൾ വളരെ ഗൗരവമായി നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ ഭാര്യ പുറത്തുപോയി നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറി വരുന്നത് സമാധാനത്തോടു കൂടിയാണോ അതോ ഭയപ്പെട്ടുകൊണ്ടാണോ എന്ന് സ്വയം അവനവനെ കുറിച്ച് ആലോചിക്കണം. ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന കാഴ്ച ഒരു ഭാര്യയ്ക്ക് സമ്മർദ്ദമാണോ സമാധാനമാണോ എന്ന് ആലോചിക്കണം. തൻ്റെ മക്കൾക്ക് അത് ആശ്വാസമാണോ അസമാധാനമാണോ എന്ന് ആലോചിക്കണം. ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ ശാരീരികമായി മാത്രം ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ പേരല്ല ഒരു ഇസ്ലാമിക പുരുഷത്വം എന്ന് പറയുന്നത്. അവളുടെ മാന്യതയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പേരാണ്, അവളുടെ ഹൃദയത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ പേരാണ്, അവളുടെ സുരക്ഷയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പേരാണ്, അവളുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പേരാണ്. അതിൻ്റെ പേരാണ് അമാനത്ത് എന്ന് പറയുന്നത്. ഞാനിത് സ്ത്രീകളുടെ വേദനകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിഭാഗം പുരുഷന്മാരും ഈ കുറ്റക്കാരാണ് എന്ന വർത്തമാനത്തോടെയോ സമീപനത്തോടെയോ ഒരു തരി പോലും ചിന്താഗതിയോടെയോ അല്ല പറയുന്നത്. മറിച്ച് ഈ സദസ്സിൽ ഈ പള്ളിയിൽ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരു ബഹുഭൂരിഭാഗവും എന്ന് പറയാം, ആരെയും ഒന്നിനെയും അധിക്ഷേപിക്കാതെ തന്നെ പറയാം. തൻ്റെ കുടുംബത്തെയും തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും ഒക്കെ നെഞ്ചോട് ചേർത്തു പിടിച്ച് സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ ഇവിടെയുണ്ട്. ഭാര്യയുടെ സന്തോഷത്തിനായി അധ്വാനിക്കുന്നവരുണ്ട്. കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് സ്വന്തം ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച ഭർത്താക്കന്മാരുണ്ട്. സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടി വെയിലത്തും മഴയത്തും ചോര നീരാക്കി പണിയെടുക്കുന്ന, അവരെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ നല്ല ഭർത്താക്കന്മാരാണ് മുമ്പിൽ ഇരിക്കുന്നത്. സ്വന്തം സന്തോഷങ്ങളെ പോലും മാറ്റിവെച്ച് കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ പേർന്ന വേദനകൾ കാരണം, ദുരിതങ്ങൾ കാരണം, പ്രയാസങ്ങൾ കാരണം സ്വന്തം ആഗ്രഹങ്ങളൊക്കെയും കരിഞ്ഞുപോയ എത്രയോ പുരുഷന്മാർ ഈ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് വളരെ മനോഹരമായി പറയുന്നു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായൊരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് മനോഹരമായി സ്വീകരിക്കട്ടെ. പക്ഷേ ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ കാണാതെ പോകുന്ന ഒരു ഭാഗം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരോട് കാണിക്കുന്ന കുറച്ച് അനീതികൾ. ആ അനീതികളുടെ ഇരകളായി മാറുന്നത് കേവലമായ ഒരു സ്ത്രീയോ ഒരു കഥാപാത്രമോ മാത്രമല്ല എന്നും ഒരു വലിയ തലമുറകൾ കൂടെ ഇതിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിന്താഗതികൾ ഉണ്ടാകണം. നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, പെൺകുട്ടികൾ വിവാഹത്തോട് വിമുഖത കാണിക്കുന്നു, വിരക്തി കാണിക്കുന്നു, അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് വലിയ സ്വാതന്ത്ര്യം വേണമെന്ന് അവർ ആക്രോശിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. പക്ഷേ ഈ വർത്തമാനങ്ങൾക്ക് എന്താണ് കാരണമെന്നും ആ കാരണങ്ങളിൽ നമ്മൾക്ക് തിരുത്തപ്പെടേണ്ടതായ നമ്മുടെ ആലോചനകളും നമ്മുടെ ശ്രദ്ധകളും നമ്മുടെ നിരീക്ഷണങ്ങളും ഒക്കെ എത്തേണ്ടതായ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളുണ്ടോ എന്ന് വളരെ ഗൗരവകരമായി നമ്മൾക്കൊന്ന് ആലോചിക്കുവാൻ പറ്റണം. വളരെ ആത്മാർത്ഥമായി നമ്മൾക്കൊന്ന് ചിന്തിക്കുവാൻ പറ്റണം. ഇതിന് എന്താണ് കാരണമെന്ന് നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾക്ക് ലിബറലിസം കാരണമാണ് എന്ന് പറയാം, താന്തോന്നിത്തരങ്ങൾ കാരണമാണ് എന്ന് പറയാം, പുരോഗമന ചിന്തകളും പുതിയ വാദങ്ങളും പുതിയവിധ പ്രതിവാദങ്ങളും പുതിയ റീലുകളും സിനിമകളും വെബ് സീരീസുകളും ഒക്കെ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. അതൊരു പരിധി വരെ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ മറ്റൊരു പകുതിയിലേക്ക് നമ്മൾ അന്വേഷിച്ചാൽ, ഒരു പെൺകുട്ടിയോട് എന്താണ് കല്യാണത്തെക്കുറിച്ച് അഭിപ്രായം, എനിക്ക് കല്യാണത്തോട് ഒരിക്കലും നല്ലൊരു അഭിപ്രായമില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കാനും ആ പെൺകുട്ടിയുടെ കഥ കേൾക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ പെൺകുട്ടി വിവാഹത്തെയോ വിവാഹ ജീവിതത്തെയോ ആകുല വെറുക്കുന്നത്, മറിച്ച് വിവാഹത്തിൻ്റെ പേരിൽ അവൾ കണ്ട കുറേ വേദനകൾ ഉണ്ടാകും. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ മക്കളോടൊക്കെ, പ്രത്യേകിച്ച് പെൺമക്കളോട്, നിങ്ങൾ എത്ര പേർക്കാണ് ഹൗസ് വൈഫ് ആകാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളിൽ
ഒരാൾ പോലും അതിന് സമ്മതിക്കണമെന്നില്ല. ഒരാൾ പോലും ആ ജോലി വളരെ സ്നേഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി തെരഞ്ഞെടുക്കണമെന്ന് പോലുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവരെ മുമ്പിൽ അവർ കാണുന്ന ഒരു ഹൗസ് വൈഫ് ഉണ്ട്, അത് അവരെ ഉമ്മയാണ്. ആ ഉമ്മ ഒരിക്കലും അതിൽ സന്തോഷവതിയല്ല എന്നവർ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഉമ്മയുടെ അധ്വാനങ്ങൾ വിലമതിക്കപ്പെടുന്നില്ല എന്നവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഉമ്മയുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഉമ്മയുടെ വേദനകളെ പരിഹരിക്കാൻ പോയിട്ട് അവളുടെ പ്രശ്നങ്ങളെ കുറ്റപ്പെടുത്തലുകൾ മാത്രമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ അവൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് തൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷകളോടുകൂടി കടന്നു കയറുക എന്ന ബോധ്യമുണ്ടാകണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ആഘോഷങ്ങൾ നടത്താൻ ഒരുങ്ങി നിൽക്കുന്നു. നാളെ പതാകകൾ ഉയരും, മുദ്രാവാക്യങ്ങൾ ഉയരും, പ്രസംഗങ്ങൾ നടത്തും. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഒരൊറ്റ വീടിനുള്ളിൽ പോലും ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ അന്യായത്തെ ഭയന്ന് ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വേദനകൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയണം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുടുംബ നിയമങ്ങൾ ഇല്ലാതാവുക എന്നതല്ല എന്നും അന്യായത്തിൽ നിന്ന് ഒരു മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് എന്നും മനസ്സിലാക്കുവാൻ നമ്മൾക്ക് പറ്റണം. ഇസ്ലാം കുടുംബത്തെ തകർക്കുന്ന സ്വാതന്ത്ര്യമല്ല മുന്നോട്ട് വെക്കുന്നത്, മറിച്ച് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ നീതിയും കരുണയും സ്ഥാപിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ നൽകുന്നത്. ഒരു പെൺകുട്ടി ചെറുപ്പം മുതൽ കാണാൻ ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറുന്നത്. ഒരു പക്ഷേ ബാപ്പയാകാൻ മാതൃക, ജ്യേഷ്ഠനാകാൻ മാതൃക, കുടുംബത്തിൽ ബാപ്പയുടെ അനിയന്മാരോ ജ്യേഷ്ഠന്മാരോ ആകാൻ മാതൃക, അയൽവാസിയാകാൻ മാതൃക, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദനകളാകാൻ മാതൃക. ഈ മാതൃകയിൽ അവളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെതായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോലും വിലയില്ലാത്തൊരു കുടുംബം. തൻ്റെ ഉമ്മ തൻ്റെ വീട്ടിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ടോ എന്നവൾ നിരീക്ഷിക്കും. തൻ്റെ വാപ്പ തൻ്റെ ഉമ്മയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. വീട്ടിൽ ഉമ്മാക്കൊരു പിഴവ് സംഭവിക്കുമ്പോൾ ഉമ്മയെ മനോഹരമായി തിരുത്തുകയും പരിഹാരം പറഞ്ഞു കൊടുക്കുകയുമാണോ ചെയ്യുന്നത്, അതല്ല അവൾ അപമാനിക്കുകയാണോ ചെയ്യുന്ന ഒരു പെൺകുട്ടി നിരീക്ഷിക്കും. അതോടുകൂടി അവൾ മനസ്സിലാക്കും, വിവാഹം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടലാണ്. ഏത് സ്വാതന്ത്ര്യം? എല്ലായിടത്തേക്കും പാറി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാകൂല ആ പെൺകുട്ടി ആവലാതിപ്പെടുക. എൻ്റെതായ ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്കു ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും ഇല്ലാതാകുന്ന ഇടമായി ഒരു വിവാഹ ജീവിതം മാറുന്നു എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയാൽ അത് ആരുടെ പ്രശ്നമാണ്? വിവാഹം ഭർത്താവിൻ്റെ നിയന്ത്രണമാണ് എന്ന് മനസ്സിലാക്കും. എങ്ങനെ നിയന്ത്രിക്കുന്നു? ഹലാലായ വിഷയങ്ങൾക്ക് പോലും അനുവദിക്കപ്പെടാത്ത വിധത്തിൽ തന്നെ ഒരു വട്ടക്കൂട്ടിലേക്ക് ഒരു ചെറിയ കൂട്ടിലേക്ക് ഒതുക്കപ്പെടുന്ന പോലെ വിവാഹത്തെ ആരാണ് ചിത്രീകരിക്കാൻ തുടങ്ങിയത്? വിവാഹം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിക്കലാണ് എന്നൊരു പെൺകുട്ടി മനസ്സിലാക്കും. തൻ്റെ ഭാര്യയെ, തൻ്റെ ഉപ്പയെ, തൻ്റെ ഉമ്മയെ, തൻ്റെ ജേഷ്ഠത്തിയെ ഒന്ന് സ്വന്തം വീട്ടിലേക്ക് വിരുന്നു പാർക്കാൻ പോലും അനുവദിക്കാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ എന്നെ ഇത്രകാലം പോറ്റി വളർത്തിയ ഉമ്മയിൽ നിന്ന് ബാപ്പയിൽ നിന്ന് ഞാൻ അകറ്റപ്പെടുകയാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എനിക്ക് വിവാഹം എന്നൊരു പെൺകുട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആരെയാണ് കുറ്റം പറയാൻ പറ്റുക? ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതല്ല ചോദ്യം. നമ്മൾ അവർക്ക് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് എന്തു മാതൃകയാണ് കാണിച്ചു കൊടുത്തെന്ന ചോദ്യം. നല്ല വിവാഹം എന്നത് എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ ഒരാൾ കടന്നു വരിക എന്നതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് എൻ്റെ ജീവിതയാത്രയിൽ പടച്ചോൻ്റെ അടുത്തേക്ക് നടക്കാൻ, പടച്ചോൻ്റെ അടുത്തേക്ക് അടുക്കാൻ എൻ്റെ കൂടെ ഒരാൾ കൂടെ കടന്നു വരുന്നു എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുമോ എന്നൊരു പെൺകുട്ടി ആവലാതിപ്പെടുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായ ഒരു കൺസേൺ ആണ്. അവൾക്കത് ചോദിക്കാൻ അവകാശങ്ങളുണ്ട്. കാരണം അവൾ കാണുന്നത് അവളുടെ പഠനങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാതാപിതാക്കളും വ്യക്തിത്വം അഭിപ്രായമെല്ലാം ഇല്ലാതാകുന്ന ഒരു സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, ന്യായമായ രീതിയിൽ അവർക്ക് അവകാശങ്ങൾ ഉള്ളത് പോലെ തന്നെ അവർക്ക് ബാധ്യതകളുണ്ടെന്ന. നമ്മുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥമായ പരീക്ഷണം എന്ന് പറയുന്നത് ആളുകൾ നമ്മളെ കാണുന്നിടത്ത് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല. നമ്മളോട് ഏറ്റവും അടുത്തവർ അവർ നമ്മളെ എങ്ങനെയാണ് അനുഭവിക്കുന്നത് എന്നിടത്താണ്. അവർക്ക് നമ്മൾ നൽകുന്ന കരുണയിലാണ്, അവർക്ക് നമ്മൾ നൽകുന്ന തണുപ്പിലാണ്, അവർക്ക് നമ്മൾ നൽകുന്ന സംരക്ഷണത്തിലാണ്. ഒരു വിവാഹ ജീവിതത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കണം നീ തോൽക്കണം എന്നതല്ല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ജയിക്കണം എന്നത് മാത്രമാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി,
നിങ്ങൾ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ലവനാണ് എന്നാണ് പഠിപ്പിച്ചത്. ഒരു വിവാഹിതനാകാൻ പോകുന്ന സമയത്ത് എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ നല്ല ഭാര്യയാണോ എന്ന് ആലോചിക്കണം. നല്ല ഭാര്യയാകാൻ മാത്രമുള്ള തയ്യാറെടുപ്പ് നടത്തിയോ എന്ന് ആലോചിക്കണം. എനിക്ക് നല്ല ഭാര്യയെ കിട്ടുമോ എന്ന് ആലോചിക്കും മുമ്പ് ഞാൻ നല്ല ഭർത്താവാകാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് രണ്ടു ഭാഗവും ആലോചിക്കണം. നമ്മുടെ മക്കളെ വിവാഹത്തിലേക്ക് തള്ളിയിടുകയല്ല ഒരു വാപ്പയുമ്മയും ചെയ്യേണ്ടി. ഈ പുതിയ കാലത്ത് വിവാഹം കഴിക്കപ്പെടുന്ന സമയം നമ്മളെല്ലാം അന്വേഷിക്കുമല്ലോ. ഒരു പെൺകുട്ടിക്ക് തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരാൺകുട്ടിക്ക് ചിലപ്പോൾ അവന്റെ ജീവിതത്തിലോ അവന്റെ രക്തത്തിലോ ഒരു ലഹരിയുടെ പദാർത്ഥത്തിന്റെ അംശം പോലും ഇല്ല എന്ന് തുടങ്ങി അയാളുടെ ജീവിതത്തിൽ HIV പോലും ഇല്ല എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം മലീമസമാകുന്നുണ്ട് എന്നത് വളരെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ ഗൗരവമായി പഠിപ്പിച്ചത്. ഫളുഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ ജീവിതത്തിൽ വിവാഹം അന്വേഷിക്കുന്ന ഘട്ടം നിങ്ങൾ മുൻഗണന കൊടുത്തോളൂ, നിങ്ങൾ ഏതും പരിഗണിച്ചോളൂ. പക്ഷേ നിങ്ങൾ അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഫളുഫർ ബിദാത്തിദ്ദീൻ, ദീൻ ഉള്ളവൾക്കാകണം. തെരിബത്തിയതാ, ജീവിതം കുറച്ച് പ്രയാസപ്പെട്ടാലും ശരി അതിലായിരിക്കും ജീവിതത്തിന്റെ സൗരഭ്യം എന്നാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരാണിന്റെ വിഷയത്തിൽ പോലും പഠിപ്പിച്ചത്. നിങ്ങൾക്കരികിലേക്ക് നല്ല സ്വഭാവം, നിങ്ങൾ തൃപ്തിപ്പെടുന്ന മതവുമുള്ളൊരുവൻ നിങ്ങളുടെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുമെന്നാണ് രക്ഷിതാക്കളോട് പറയാൻ ആത്മാർത്ഥമായി അവനവന്റെ മക്കളെ പഠിപ്പിക്കണം. വിവാഹം എന്താണ് എന്ന് പഠിപ്പിക്കണം, അവകാശങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കണം, ബാധ്യതകൾ എന്താണ് എന്ന് പഠിപ്പിക്കണം, കടമകൾ എന്താണ് എന്ന് പഠിപ്പിക്കണം. ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നവർക്ക് പരിശീലനം കൊടുക്കണം. സാമ്പത്തികമായ അച്ചടക്കം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കണം. കുടുംബങ്ങൾ തമ്മിലുള്ള ബൗണ്ടറികൾ, അതിരുകളെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് പഠിപ്പിക്കണം. കോപം വന്നാൽ എന്തു ചെയ്യുമെന്ന് പഠിപ്പിക്കണം. ക്ഷമ ചോദിക്കുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിക്കണം. ദുർബലതയല്ല എന്ന് പഠിപ്പിക്കണം. ഒരു സഹായം തേടുന്നത് പരാജയമല്ല എന്ന് പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ മഹല്ലുകളിൽ വളരെ നിർബന്ധമായി നടപ്പിലാക്കേണ്ട ഒന്നായി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വരേണ്ട കാലഘട്ടം അടുത്തിട്ടുണ്ട് എന്നാണ്. അത് അനിവാര്യമായി തീർന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. വിവാഹത്തിന്റെ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫികൾ എങ്ങനെയാകണം എന്ന് ആലോചിക്കുന്നതിന് 100 മടങ്ങ് ആലോചിക്കണം. ഒരു മാരിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ സാക്ഷരത നമ്മുടെ തലമുറകൾക്ക് അനിവാര്യമാണ് എന്നർത്ഥം. ഈ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യേണ്ട വിഷയം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ സ്നേഹിക്കുന്ന നാവിന്റെ മാത്രം അവകാശവാദമാക്കി മാറ്റാതെ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റമാക്കി നമ്മൾ കൊണ്ടുവരാൻ കഴിയണം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരാക്കി നമ്മളെ മാറ്റണം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റണം. സുന്നത്ത് നമ്മുടെ വേഷത്തിൽ മാത്രം ഒതുങ്ങി മാറാതെ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു അഡ്രസ്സായിട്ട് മാറുവാൻ നമ്മൾക്ക് പറ്റണം. നമ്മുടെ പള്ളികൾ നമസ്കാരങ്ങൾ കൊണ്ട് നിറയണം. നമ്മുടെ വീടുകൾ കരുണകൾ കൊണ്ട് സമ്പന്നമാകണം. നമ്മുടെ ഭാര്യമാർ സുരക്ഷിതം കൊണ്ട് സമ്പന്നത അനുഭവിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ ഉത്തരവാദിത്ത ബോധമുള്ളവരാകണം. നമ്മുടെ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാകണം. കരുണ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം. കാരണം ഒരു സമൂഹത്തിന്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലമായ പതാകയോ കേവലമായ ആഘോഷങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നും അത് അവനവന്റെ വീടുകളിലെ ഉള്ളിലുള്ള മനുഷ്യർ എത്രമേൽ സുരക്ഷിതരും എത്രമേൽ സമാധാനത്തോടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.